എന്താണ് ഡിവിസിബിലിറ്റി എന്ന് ഞാൻ എക്സാമ്പിൾസ് എഴുതി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 150 ഡിവൈഡഡ് ബൈ 10. 1-ൽ 10 ഇല്ല, 15-ൽ 10 1 ടൈം, 1 into 10 10. 5 minus 0 is 5, 1 minus 1 is 0. ഈ 0 താഴേക്ക് വരുന്നു. 50-ൽ 10 5 ടൈംസ്, 5 into 10 is 50. 0 minus 0 is 0, 5 minus 5 is 0. ഇനി വേറൊരു നമ്പർ നോക്കാം. 845 ഡിവൈഡഡ് ബൈ 10. 8-ൽ 10 ഇല്ല, 84-ൽ 10 8 ടൈംസ്, 8 into 10 is 80. 4 minus 0 is 4. 8 minus 8 is 0. ഈ 5 താഴേക്ക് വരുന്നു. 45-ൽ 10 4 ടൈംസ്, 4 times are 40. 5 minus 0 is 5. 4 minus 4 is 0. 5 എന്ന റിമൈൻഡർ കിട്ടി. ഇവിടെ 0 ആയിരുന്നു. ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒന്നും വന്നില്ലെങ്കിൽ നമുക്കത് ഡിവിസിബിൾ ആണെന്ന് പറയാം. റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല എന്നും പറയാം. ഇവിടെ 150 ഈസ് ഡിവിസിബിൾ ബൈ 10. 845 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 10. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 10 എന്താണെന്ന് നോക്കാം. 1560. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. അവിടെ 0 ആണോ എങ്കിൽ ഈ മുഴുവൻ നമ്പറും ഡിവിസിബിൾ ബൈ 10 ആണ്. അപ്പോൾ ഞാൻ വേറൊരു നമ്പർ ഇവിടെ എഴുതാം. 3895. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണോ? അല്ലല്ലോ. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 10 അല്ല. ഇനി അടുത്തൊരു നമ്പർ 8020. ഇതിൻ്റെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഇത് ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം. ഇനി 69800. ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 0 ആണല്ലോ. അപ്പോൾ ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം കേട്ടോ. 26809. വൺസിൻ്റെ പ്ലേസിൽ എന്താ? 9 ആണല്ലേ, 0 അല്ല. നോട്ട് ഡിവിസിബിൾ ബൈ 10. 19250. വൺസിൻ്റെ പ്ലേസിൽ 0 ആണ്, ഡിവിസിബിൾ ബൈ 10 ആണെന്ന് പറയാം അല്ലേ. ഇതൊരു ഈസി ഡിവിസിബിലിറ്റി റൂൾ ആയിരുന്നു അല്ലേ കൂട്ടുകാരെ. ഇതിനു മുന്നേ ഞാൻ 2 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുകളുടെയും ഡിവിസിബിലിറ്റി റൂൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കാണണേ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെ കുറിച്ച് പറയണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.